നമസ്കാരം. +1 ഫോക്കസ് ഏരിയ മാത്രം പഠിച്ച് A+ വാങ്ങാൻ നിങ്ങളെ സഹായിക്കുന്ന വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന ചാപ്റ്ററിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി ഈ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയയിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആംഗുലാർ വെലോസിറ്റി ആൻഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ലീനിയർ വെലോസിറ്റി, ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, തിയറംസ് ഓഫ് പെർപെൻഡിക്കുലർ ആൻഡ് പാരലൽ ആക്സസ്. ഈ 4 ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ അകത്ത് നിന്ന് ആകെ 6 മാർക്കാണ് വെയിറ്റേജ് ഉള്ളത്. എന്നാൽ 120 മാർക്കിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിനാൽ 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് ഏകദേശം 80% 9 മാർക്ക് വരെ നേടാൻ ഇത്രയും ടോപ്പിക്കുകൾ മാത്രം പഠിച്ചാൽ സാധിക്കും. ആദ്യമായി എന്താണ് ആംഗുലാർ വെലോസിറ്റി എന്ന് നമുക്ക് നോക്കാം. ലീനിയർ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് ലീനിയർ സ്പീഡുണ്ട്. ലീനിയർ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ സ്പീഡിനെ നമ്മൾ V എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് ഉള്ള വെലോസിറ്റിയാണ് ആംഗുലാർ വെലോസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് എബൌട്ടായിട്ട് നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷനിലേക്ക് വരയ്ക്കുന്ന ഈ ലൈനിനെയാണ് അതിൻ്റെ പൊസിഷൻ വെക്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ നിന്നും ഇവിടം വരെ എത്തുമ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ ആദ്യം ഇങ്ങനെ ആയിരുന്നത് ഇങ്ങോട്ടായി മാറും. അപ്പോൾ ഈ 2 പൊസിഷൻ വെക്റ്റേഴ്സിനിടയ്ക്കുള്ള ആംഗിൾ, ഈ ആംഗിളിനെ നമുക്ക് തീറ്റ എന്നെടുക്കാം. ചേഞ്ച് ഇൻ ആംഗിൾ ആയതുകൊണ്ട് ഡെൽറ്റ തീറ്റ എന്നെടുക്കാം. ഈ ഡെൽറ്റ തീറ്റയെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഇസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. ഇത് W അല്ല, ഇത് ഒമേഗയാണ്. ഒമേഗ ആംഗുലാർ വെലോസിറ്റിയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആംഗുലാർ വെലോസിറ്റിയുടെ മറ്റൊരു പേരാണ് ആംഗുലാർ ഫ്രീക്വൻസി. ആംഗുലാർ വെലോസിറ്റിയും ആംഗുലാർ ഫ്രീക്വൻസിയും സെയിം ആണ്. ഇനി ആംഗുലാർ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ത് വരും എന്ന് നമുക്ക് നോക്കാം. ഡെൽറ്റ തീറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ആംഗിളാണ്. അപ്പോൾ ആംഗിളിൻ്റെ SI യൂണിറ്റ് റേഡിയൻ ആണ്. ആംഗിളിൻ്റെ SI യൂണിറ്റ് റേഡിയൻ ആണ്. റേഡിയൻ ബൈ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ ആംഗുലാർ വെലോസിറ്റിയുടെ യൂണിറ്റ് ചോദിച്ചാലും ആംഗുലാർ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ചോദിച്ചാലും റേഡിയൻ പെർ സെക്കൻഡ് എന്നാണ് എഴുതേണ്ടത്. അടുത്തതായി ഗിവ് ദ ഡയറക്ഷൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്താണ്? ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള റൂളാണ് റൈറ്റ് ഹാൻഡ് റൂൾ. റൈറ്റ് ഹാൻഡ് റൂൾ. ദ ഡയറക്ഷൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി ഈസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് റൂൾ. റൈറ്റ് ഹാൻഡ് റൂൾ പ്രകാരം ഒരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുവെങ്കിൽ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ നിങ്ങളുടെ വലതേ കൈയിലെ 4 വിരലുകൾ, തമ്പ് ഒഴികെയുള്ള 4 വിരലുകൾ ചുരുട്ടി പിടിക്കുക. 4 വിരലുകൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ ചുരുട്ടി പിടിച്ചാൽ 5ാമത്തെ വിരലായ തമ്പ് ഏത് ഡയറക്ഷനിൽ ആണ് പോയിന്റ് ചെയ്യുന്നതെങ്കിലും ആ ഡയറക്ഷനാണ് ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഡയറക്ഷനിൽ നമ്മുടെ കയ്യിലെ 4 വിരലുകൾ, അത് റൈറ്റ് ഹാൻഡിൽ തന്നെ എടുക്കണം, 4 വിരലുകൾ ചുരുട്ടി പിടിക്കുക. അപ്പോൾ തമ്പിൻ്റെ ഡയറക്ഷൻ ഓക്കെ, അത് ഇങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റിലോട്ടായിരിക്കും തമ്പിരിക്കുന്നത്. അപ്പോൾ ഈ ഡയറക്ഷൻ അല്ലെങ്കിൽ ഈ ഡയറക്ഷൻ അതായിരിക്കും ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. ശരിക്കും പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഒരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന പ്ലെയിൻ, അതായത് ഈ ഡിസ്കിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ദ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി ഈസ്, ലീനിയർ വെലോസിറ്റി വിയും ആംഗുലാർ വെലോസിറ്റി ഒമേഗയുമായിട്ടുള്ള റിലേഷൻ V ഈസ് ഈക്വൽ ടു R ഇൻറ്റു ഒമേഗ എന്നാണ്. V ഈസ് ഈക്വൽ ടു R ഇൻറ്റു ഒമേഗ. ഇതിൽ ഒമേഗ ഈസ് ഈക്വൽ ടു നമുക്ക് ഒമേഗ ഈസ് ഈക്വൽ ടു V ബൈ R എന്ന് എഴുതാം. ഒമേഗ ഈസ് ഈക്വൽ ടു V ബൈ R എന്നും എഴുതാൻ സാധിക്കുന്നതാണ്. ഇനി V ഈസ് ഈക്വൽ ടു R ഇൻറ്റു ഒമേഗയാണ്. വെക്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ വെലോസിറ്റി V, ലീനിയർ വെലോസിറ്റി V ഈസ് ഈക്വൽ ടു ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഇൻറ്റു പൊസിഷൻ റേഡിയസ് R. ഓക്കെ, അപ്പോൾ V ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് R എന്ന് എഴുതാം. ഇവിടെ ഒമേഗയ്ക്ക് ഡയറക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ആംഗുലാർ വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ആംഗുലാർ വെലോസിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതിൻ്റെ റേഡിയസ് Rഉം വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ക്രോസ് പ്രോഡക്റ്റ് ചെയ്താൽ കിട്ടുന്ന വെക്റ്ററാണ് ലീനിയർ വെലോസിറ്റി. V ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് R എന്നോ ഒമേഗ ഈസ് ഈക്വൽ ടു V ബൈ R എന്നോ നമുക്ക് എഴുതാൻ സാധിക്കും. അടുത്തതായി ആംഗുലാർ ആക്സിലറേഷൻ. ലീനിയർ വെലോസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയി ആംഗുലാർ വെലോസിറ്റി ഉള്ളതുപോലെ ലീനിയർ ആക്സിലറേഷന് കറസ്പോണ്ടിങ് ആയി ആംഗുലാർ ആക്സിലറേഷനും ഉണ്ട്. ആംഗുലാർ ആക്സിലറേഷൻ്റെ ഫോർമുല ആൽഫ ഈസ് ഈക്വൽ ടു, ആൽഫ എന്നാണ് ആംഗുലാർ ആക്സിലറേഷൻ കൊടുക്കുന്നത്. ലീനിയർ ആക്സിലറേഷൻ്റെ ഫോർമുല എന്താണോ അതിന് സിമിലർ ആണ്. ലീനിയർ ആക്സിലറേഷൻ്റെ ഫോർമുല ആക്സിലറേഷൻ A ഈസ് ഈക്വൽ ടു dV ബൈ dt എന്നായിരുന്നു. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം എന്നായിരുന്നു. ഇവിടെ വെലോസിറ്റി എന്നുള്ളതിന് പകരം ആംഗുലാർ വെലോസിറ്റി ഒമേഗ കൊടുക്കുക, ടൈമിന് പകരം ടൈം തന്നെ കൊടുക്കുക.
അപ്പോൾ d⍵/dt ആണ് ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ഈസ് കോൾഡ് ആംഗുലാർ ആക്സിലറേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ വെലോസിറ്റി ആയിരുന്നു ലീനിയർ ആക്സിലറേഷൻ. അതുപോലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റിയെ ആംഗുലാർ ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നു. അതിൻ്റെ സിമ്പൽ ആൽഫയാണ്. ആൽഫ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഒമേഗയും വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. യൂണിറ്റ് എന്ത് വരും? ഒമേഗയുടെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ യൂണിറ്റ്. ഒമേഗയുടെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ആയിരുന്നു. ഒമേഗയുടെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ആയിരുന്നു. ഇനി ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. അപ്പോൾ ഇതിനെ പിന്നെയും ഒരു സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ ആംഗുലാർ ആക്സലറേഷൻ്റെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നമുക്ക് ലഭിക്കും. അടുത്തതായി പറയുന്നത് ടോർക്ക് എന്താണെന്നാണ്. ടോർക്ക് ഈസ് ദ ഫോഴ്സ് വിച്ച് പ്രൊഡ്യൂസസ് ടേണിംഗ് എഫക്റ്റ്. തിരിയാനുള്ള അല്ലെങ്കിൽ കറക്കാനുള്ള എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ടോർക്ക് എന്ന് വിളിക്കുന്നത്. ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് കറക്കണമെങ്കിൽ അവിടെ ടോർക്ക് അപ്ലൈ ചെയ്യണം. ഒരു വാഹനത്തിലെ വീലുകൾ മുന്നോട്ട് കറങ്ങണമെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യുന്നത് ടോർക്കാണ്. സൈക്കിൾ ചവിട്ടുമ്പോൾ സൈക്കിളിൻ്റെ പെഡലിൽ നമ്മളൊരു ടോർക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ ഒരു ഡോർ ഹാൻഡിലിൽ പിടിച്ച് ഡോർ അടയ്ക്കുമ്പോൾ ഡോറിൻ്റെ ഒരു സൈഡ് ഹിഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിജാഗിരി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഡോറിന് അവിടെ ഒരു റൊട്ടേഷണൽ മോഷനാണുള്ളത്. അപ്പോൾ ഒരു ഡോറ് പിടിച്ച് തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അടയ്ക്കുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു ടോർക്കാണ്. ടോർക്ക് ഈസ് ദ ഫോഴ്സ് വിച്ച് പ്രൊഡ്യൂസസ് ടേണിംഗ് എഫക്റ്റ്. ടോർക്കിന് കൊടുക്കുന്ന സിമ്പിൾ ടോ എന്നാണ്. ഇത് ടോ എന്നാണ് വായിക്കേണ്ടത്. ടോർക്കിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ടോർക്ക് ഓർ മൊമെൻ്റ് ഓഫ് ഫോഴ്സ്. ടോർക്കിൻ്റെ വേറൊരു പേരാണ് മൊമെൻ്റ് ഓഫ് ഫോഴ്സ്. ടോർക്ക് എബൌട്ട് ആൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് മെഷേർഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അതായത് ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഈ O തൊട്ട് P വരെയുള്ള ലെങ്തിൽ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരു വടിയാണ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു മീറ്റർ സ്റ്റിക്കാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഈ ഒരറ്റം O എന്ന് പറയുന്ന ഈ അറ്റം നമ്മളിവിടെ ഹിഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഇവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല, പക്ഷേ ആ പോയിന്റിന് അബൌട്ടായിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഇതിനെ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളിവിടെ ഇതിൻ്റെ ഈ മറ്റേ എൻഡിൽ, ഹിഞ്ച് ചെയ്യാത്ത എൻഡിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഈ ഡയറക്ഷനാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ F എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനെയാണ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ലൈനാണ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. ഈ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സിനും ഹിഞ്ച് ചെയ്തിരിക്കുന്ന പോയിന്റിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ഡിസ്റ്റൻസ്. ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ ലെങ്ത് R ആണെന്നും അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് F ആണെന്നുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് അത് ഇവിടുത്തെ ആംഗിൾ തീറ്റയോട് റിലേറ്റ് ചെയ്ത് കിടക്കും. അതായത് ഫോഴ്സിനും ഇതിൻ്റെ റേഡിയസ് R-നും ഇടയിലുള്ള ആംഗിളാണ് തീറ്റ എങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് R സൈൻ തീറ്റ ആയിരിക്കും. അപ്പോൾ ഫോഴ്സിൻ്റെയും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൻ്റെയും പ്രോഡക്റ്റാണ് ടോർക്ക്. ഫോഴ്സ് F-നെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ടുള്ള R സൈൻ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോർക്ക് കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടോർക്ക് ഈസ് മെഷേർഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുക. പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്, ഈ ലൈനാണ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഈ പോയിന്റിന് എബൌട്ടായിട്ട് നിങ്ങൾ നോക്കുന്ന സ്ക്രീനിന് പെർപെൻഡിക്കുലറായിട്ട് നിങ്ങളുടെ മുഖത്തേക്ക് ഒരു ലൈൻ വരച്ചാൽ ആ ഒരു ലൈനിന് എബൌട്ടായിട്ടായിരിക്കും ഇത് തിരിയുന്നത്. ഇങ്ങനെ ഇത് തിരിയുമ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്ന ഈ പോയിന്റിൽ, ഈ ഒരു സ്ക്രീനിൽ വരച്ച് കാണിക്കാൻ പറ്റത്തില്ല. ഈ സ്ക്രീനിൽ നിന്ന് നിങ്ങളുടെ മുഖത്തേക്ക് വരയ്ക്കുന്ന ഒരു ലൈനായിരിക്കും ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ രണ്ട് ലൈനിനും ഇടയ്ക്കുള്ള, അതായത് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സിനും ഈ ആക്സിസിനും ഇടയ്ക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫോഴ്സിന് പകരം നമുക്ക് F എന്ന് കൊടുക്കാം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ON എന്നാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ N എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ F × ON എന്ന് എഴുതാം. ഇനി ON എങ്ങനെയാണ് സൈൻ തീറ്റ ആയത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഒരു ട്രയാങ്കിൾ വരച്ചാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഈ ട്രയാങ്കിൾ ഇങ്ങോട്ട് മാറ്റി വരച്ചിരിക്കുകയാണ്. ഈ ഒരു ട്രയാങ്കിളാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ ഒരു ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിൽ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ അകത്തുള്ള ഈ ആംഗിളും തീറ്റ ആയിരിക്കും. അതായത് ഇത് തീറ്റയാണ്.
ഈ പോയിൻ്റാണ് ഒ, ഈ പോയിൻ്റാണ് എൻ. ഈ പോയിന്റിന് പി എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ പി എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, പി. ഇതിൻ്റെ അകത്ത് നിന്ന് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്കറിയാം. ഈ ആംഗിളാണ് 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്താൽ ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ഒ പി എന്ന് പറയുന്ന സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. ഒ പി ആണ് നമ്മൾ ആർ എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആർ എന്ന് മാർക്ക് ചെയ്യുക, ഒ പി എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഒ എൻ ആണ്. ഒ എൻ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആർ ആണ്, ആർ. അപ്പോൾ ഒ എൻ ബൈ ആർ എന്ന് എഴുതാം. അപ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഒ എൻ ബൈ ആർ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിന്ന് ഒ എന്നിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ആറിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പുറത്ത് വെച്ച് പോകുമ്പോൾ മൾട്ടിപ്ലൈ ആവും. അപ്പോൾ ഒ എൻ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു സൈൻ തീറ്റ എന്ന് കിട്ടും. ഒ എൻ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു സൈൻ തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒ എന്നിന് പകരം ആർ സൈൻ തീറ്റ, ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഒ എന്നിന് പകരം ആർ സൈൻ തീറ്റ എന്ന് എഴുതാം. ഒ എന്നിന് പകരം ആർ സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ എഫ് ഇൻറ്റു ആർ ഇൻറ്റു സൈൻ തീറ്റ, അതിന് നമുക്ക് ആർ എഫ് സൈൻ തീറ്റ എന്ന് എഴുതാം. ആർ ആദ്യം എഴുതുക, അത് തിരിഞ്ഞു വരുത്. ആർ രണ്ടാമത് എഴുതുന്നതും ആദ്യം എഴുതുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ എ ബി സൈൻ തീറ്റ നമുക്ക് എ ക്രോസ് ബി എന്ന് എഴുതാം. അപ്പോൾ ആർ എഫ് സൈൻ തീറ്റയെ ആർ ക്രോസ് എഫ് എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. ഇവിടെ ഒരു വെക്റ്റർ പ്രോഡക്റ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വെക്റ്റർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് വെക്റ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് വെക്റ്റർ ആണെങ്കിൽ അത്തരം പ്രോഡക്റ്റിനെയാണ് വെക്റ്റർ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ആർ എന്ന് പറയുന്നതും, ആർ എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്റ്റർ അല്ലെങ്കിൽ റേഡിയസ് ആണ്, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതേപോലെ എഫ് എന്ന് പറയുന്ന ഫോഴ്സും വെക്റ്ററാണ്. ഈ രണ്ട് വെക്റ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ടോർക്കും വെക്റ്റർ തന്നെയാണ്. ഓക്കെ, നമ്മൾ വർക്കിൻ്റെ ഇക്വേഷൻ പറഞ്ഞപ്പോൾ വർക്ക് ഡബ്ല്യു ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് എസ് എന്നാണ് പറഞ്ഞത്. അവിടെ എഫും എസും വെക്റ്റേഴ്സ് ആണെങ്കിലും അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വർക്ക് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരുന്നു. അതുകൊണ്ട് അതിനെ ഡോട്ട് പ്രോഡക്റ്റ് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ രണ്ട് വെക്റ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ടോർക്ക് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി തന്നെയാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ വെക്റ്റർ പ്രോഡക്റ്റ് എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എന്ന് വിളിക്കാം. ഇതിൻ്റെ ഇടയിൽ ഡോട്ട് ഇടാൻ പാടില്ല, ഇതിൻ്റെ ഇടയിൽ ഇൻറ്റു ഇടണം. ഓക്കെ, അപ്പോൾ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്നുള്ള ഫോർമുല പഠിച്ചിരിക്കുക. അപ്പോൾ അതാണ് ടോർക്കിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. അതേപോലെ എന്താണ് ടോർക്ക് എന്ന ഒറ്റ സെൻറ്റൻസ് എഴുതാനും പഠിച്ചു വെച്ചേക്കുക. ഈ പടം വരയ്ക്കാനും പഠിക്കുക, ഈ ഡെറിവേഷനും പഠിച്ചു വെച്ചേക്കുക. അടുത്തതായി ദ ഡയറക്ഷൻ ഓഫ് ടോർക്ക് ഈസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് റൂൾ. വെക്റ്റർ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന ഡയറക്ഷൻ, രണ്ട് വെക്റ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വെക്റ്റർ പ്രോഡക്റ്റിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എല്ലായ്പ്പോഴും റൈറ്റ് ഹാൻഡ് റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. റൂള് പഠിക്കണം എന്നില്ല, ഈ റൂളിൻ്റെ പേര് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഡയറക്ഷൻ ഓഫ് ടോർക്ക് ഈസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ടോർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. അതെങ്ങനെയാണ് ന്യൂട്ടൺ മീറ്റർ വന്നതെന്ന് പറയാം. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ. അങ്ങനെ ടോർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. നമ്മളൊരു പുതിയ വാഹനം എടുക്കുമ്പോൾ അതിൻ്റെ ടോർക്ക് നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. കൂടുതൽ ടോർക്കുള്ള വണ്ടി കൂടുതൽ നല്ല കയറ്റത്തിൽ സുഗമമായി കയറിപ്പോകും. അപ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് മുന്നോട്ട് ചലിപ്പിക്കാനുള്ള ഒരു വാഹനത്തിൻ്റെ കഴിവിനെ കാണിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ടോർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. ഇനി ടോർക്കിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ടോർക്കിൻ്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നാണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എം എൽ ടി റേസ് ടു -2 ആണ്. ML T⁻². ഇൻറ്റു ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ എൽ ആണ്. അപ്പോൾ ഇവിടെ L⁻1 ഉണ്ട്, ഇവിടെയും L⁻1 ഉണ്ട്. അത് രണ്ടും കൂടെ ചേരുമ്പോൾ L⁻2 ആവും. അപ്പോൾ ML² T⁻² എന്നുള്ളതാണ് ടോർക്കിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ഇനി ടോർക്കിനെ പറ്റി നമ്മൾ ഓർത്തിരിക്കേണ്ട 2-3 പോയിന്റുകൾ നോട്ട് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഒന്ന്, ടോർക്ക് ഹാസ് ദ സെയിം ഡയമെൻഷൻ ഓഫ് വർക്ക് ആൻഡ് എനർജി. വർക്കിൻ്റെയും എനർജിയുടെയും സെയിം ഡയമെൻഷനാണ് ടോർക്കിനുള്ളത്. വർക്കിൻ്റെ ഡയമെൻഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു, വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. വർക്കിൻ്റെയും എനർജിയുടെയും ഡയമെൻഷൻ സെയിം ആണ്. അത് തന്നെയാണ് ടോർക്കിൻ്റെയും ഡയമെൻഷൻ. ഇത് രണ്ടിൻ്റെയും ഇക്വേഷൻ ഡിഫറൻ്റ് ആണ്, യൂണിറ്റ് ഡിഫറൻ്റ് ആണ്. എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല സെയിം ആണ്. അടുത്തത്, ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു RF സൈൻ തീറ്റയാണ്. ഈ ഫോർമുല നമ്മൾ പഠിച്ചതാണ്. അതായത് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫിനെ നമുക്ക് RF സൈൻ തീറ്റ, അല്ലെങ്കിൽ നമ്മൾ RF സൈൻ തീറ്റയാണ് മാറ്റി ആർ ക്രോസ് എഫ് എന്ന് എഴുതിയത്. അങ്ങനെയാണെങ്കിൽ ഈ സൈൻ തീറ്റയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ടോർക്കിൻ്റെ വാല്യൂസിന് എന്തൊക്കെ മാറ്റം വരും എന്നാണ് പറയുന്നത്. വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ സൈൻ 90 ആവും. സൈൻ 90യുടെ വാല്യൂ 1 ആണ്. സൈനിൻ്റെ മാക്സിമം വാല്യൂ ആണ് 1 എന്ന് പറയുന്നത്. അപ്പോൾ 90 ഡിഗ്രിയാണ് ആറിനും എഫിനും ഇടയ്ക്കുള്ള ആംഗിൾ എങ്കിൽ ടോർക്ക് മാക്സിമം ആയിരിക്കും. അപ്പോൾ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു R ഇൻറ്റു F ഇൻറ്റു 1 എന്ന് വരും. അതായത് RF എന്ന് മാത്രം വരും. അപ്പോൾ ദിസ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ടോർക്ക്. ഇനി തീറ്റയുടെ വാല്യൂ
സീറോ ആണെങ്കിൽ, തീറ്റയുടെ വാല്യൂ 0 ആണെങ്കിൽ, അതിവിടെ പറഞ്ഞിട്ടില്ല, തീറ്റയുടെ വാല്യൂ 0 ആണെങ്കിൽ സൈൻ 0 എന്ന് വരും. ഓക്കെ, ആറിൻ്റെ അതേ ഡയറക്ഷനിലാണ് എഫിൻ്റെ ഡയറക്ഷൻ എങ്കിൽ, അതായത് ആറിൻ്റെ അതേ ഡയറക്ഷനിലാണ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ടോർക്ക് 0 ആയിരിക്കും, സൈൻ 0 ആവും. അടുത്ത മൂന്നാമത്തെ പോയിന്റ്, ടോർക്ക് ഈസ് അനലോഗസ് ടു ഫോഴ്സ് ഇൻ ലീനിയർ മോഷൻ. ലീനിയർ മോഷനിൽ നമ്മൾ ഫോഴ്സ് എവിടെയൊക്കെയാണോ അപ്ലൈ ചെയ്യുന്നത് അതേ സാഹചര്യങ്ങളിൽ റൊട്ടേഷണൽ മോഷനിൽ ടോർക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. അടുത്തതായി പറയേണ്ടത് എക്സ്പ്രസ് ടോർക്ക് ഇൻ കമ്പോണൻറ്റ് ഫോം. ടോർക്കിനെ കമ്പോണൻറ്റ് ഫോമിൽ എഴുതുക. കമ്പോണൻറ്റ് ഫോം എന്ന് പറഞ്ഞാൽ I, J, K എന്നീ യൂണിറ്റ് വെക്ടറുകൾ ഉപയോഗിച്ച് എഴുതുന്നതാണ് കമ്പോണൻറ്റ് ഫോം. I എന്നത് എക്സ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറും, J എന്നത് Y ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറും, K എന്നത് Z ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറുമാണ്. അപ്പോൾ ആറിനെ നമുക്ക് കമ്പോണൻറ്റ് ഫോമിൽ XI + YJ + ZK എന്ന് എഴുതാം. ഫോഴ്സിൻ്റെ 3 ഡയറക്ഷൻ X, Y, Z ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റുകളാണ് F സഫിക്സ് X, F സഫിക്സ് Y, F സഫിക്സ് Z. അപ്പോൾ FXI + FYJ + FZK എന്ന് എഴുതാം. ഇനി ടോർക്കിൻ്റെ ഇക്വേഷൻ, ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു R ക്രോസ് F എന്നാണ്. R ക്രോസ് F എന്ന് പറഞ്ഞാൽ ആറിൻ്റെയും എഫിൻ്റെയും വെക്റ്റർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എന്നാണ്. ക്രോസ് പ്രോഡക്റ്റ് എന്ന ടോപ്പിക്ക് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് കൊണ്ട് അത് പറഞ്ഞിട്ടില്ല. എന്നാൽ നമുക്ക് ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിച്ചിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ടോർക്ക് പഠിക്കുന്ന കൂട്ടത്തിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുതരാം. അപ്പോൾ R ക്രോസ് F കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യമായി നമ്മൾ ഡിറ്റർമിനൻറ്റ് വരയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, രണ്ട് ലൈൻസ് വരയ്ക്കുക. 2 ലൈൻസ് ഒരു സ്ക്വയർ ഫോം ചെയ്യുന്ന രീതിയിൽ 2 ലൈനുകൾ വരയ്ക്കുക വെർട്ടിക്കലായിട്ട്. എന്നിട്ട് അതിന് 3 റോ എഴുതണം, 3 വരികൾ അതിനകത്ത് വേണം. അതിനകത്ത് ഒന്നാമത്തെ റോയിൽ എഴുതേണ്ടത് I, J, K എന്നീ 3 ലെറ്ററുകളാണ്. I, J, K എന്നീ 3 ലെറ്ററുകളാണ്. രണ്ടാമത്തെ റോയിൽ എഴുതേണ്ടത് നമുക്ക് ടോർക്ക് ഈസ് ഈക്വൽ ടു R ക്രോസ് F എന്നല്ലേ. അപ്പോൾ R എന്താണോ അതാണ് രണ്ടാമത്തെ റോയിൽ എഴുതേണ്ടത്. R എന്തൊക്കെയാണ്? X, Y, Z. ഇതിന് പകരം നിങ്ങൾക്ക് പ്രോബ്ലം തരുമ്പോൾ എക്സിനും വൈക്കും ഇസഡിനും പകരം 2, 5, -2 അങ്ങനെയൊക്കെ പറയുന്ന നമ്പേഴ്സ് ആയിരിക്കും തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ IJ എഴുതിയതിന് ശേഷം ഇവിടെ നമ്പേഴ്സ് എഴുതണം. പക്ഷേ ഇവിടെ നമുക്ക് നമ്പേഴ്സ് എഴുതേണ്ടതില്ല, X, Y, Z മാത്രം എഴുതിയാൽ മതി. അപ്പോൾ രണ്ടാമത്തെ റോയിൽ ആറിൻ്റെ കമ്പോണൻസ് ആയിട്ടുള്ള X, Y, Z എഴുതുക. ഇനി മൂന്നാമത്തെ റോയിൽ രണ്ടാമത്തെ ക്വാണ്ടിറ്റി ആയിട്ടുള്ള എഫിൻ്റെ കമ്പോണൻറ്റുകൾ എഴുതുക. എഫിൻ്റെ കമ്പോണൻറ്റുകൾ FX, FY, FZ എന്ന് വേണം. അപ്പോൾ FX, FY, FZ. അങ്ങനെ നമ്മളിവിടെ ഈ കോളത്തിനകത്ത്, ഈ ഒരു ടേബിളിനകത്ത് 9 ലെറ്റേഴ്സാണ് എഴുതേണ്ടത്. ഒന്നാമത്തതിൽ എല്ലായ്പ്പോഴും IJK ആണ് എഴുതേണ്ടത്. രണ്ടാമത്തതിൽ ഇവിടുത്തെ ഈ ക്വാണ്ടിറ്റി എഴുതുക. മൂന്നാമത്തെ റോയിൽ ഈ ക്വാണ്ടിറ്റി എഴുതുക. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഇതെങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളത് ഒരു പ്രോബ്ലത്തിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ ആ പ്രോബ്ലത്തിലൂടെ നമുക്ക് കിടക്കാം. ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ് ഫോം നമ്മളിവിടെ പറഞ്ഞു. ആ കമ്പോണൻറ്റ് FX, FY, FZ ഇത് 3നും പകരം നമ്പേഴ്സ് എന്നിരിക്കും. അതേപോലെ X, Y, Z ഇതിന് 3നും പകരം നമ്പേഴ്സ് ആയിരിക്കും ഒരു പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് തരിക. അപ്പോൾ അങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഫോഴ്സ് F = 5y - 2j + 3k. അപ്പോൾ ഇവിടെ IJK എന്നത് യൂണിറ്റ് വെക്റ്റേഴ്സാണ്. 5, -2, 3 എന്നിവ അതിൻ്റെ കമ്പോണൻറ്റുകളാണ്. ആക്സ് ഓൺ എ പാർട്ടിക്കിൾ ഹൂസ് പൊസിഷൻ വെക്റ്റർ എന്ന് പറഞ്ഞാൽ R എന്നാണ്. R. അപ്പോൾ ആറിൻ്റെ വാല്യൂ ആണ് 2i + 3j + 5k. ഇവിടെ 2, 3, 5 എന്നിവയാണ് പൊസിഷൻ വെക്ടറായ ആറിൻ്റെ കമ്പോണൻറ്റുകൾ. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ ടോർക്ക് അബൌട്ട് ദ ഒറിജിൻ. അപ്പോൾ ടോർക്കിൻ്റെ ഫോർമുല എന്താണ്? ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു, ഇത് T അല്ല, ഇത് ടോയാണ്. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു R ക്രോസ് F എന്നാണ്. ഓക്കെ, അപ്പോൾ R ക്രോസ് F നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. R ക്രോസ് F ആണ് ടോർക്കിൻ്റെ ഫോർമുല എന്ന് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിറ്റർമിനൻറ്റ് വരയ്ക്കണം. ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞാൽ 2 ലൈൻസ് ഇടുക. ഒന്നാമത്തെ റോയിൽ IJK എന്ന് എഴുതുക. രണ്ടാമത്തെ റോയിൽ ആറിൻ്റെ കമ്പോണൻസ് എഴുതുക. ആറിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? ആറിൻ്റെ കമ്പോണൻസ് 2, 3, 5 എന്നിവയാണ്. അപ്പോൾ 2, 3, 5 എഴുതുക. ഇനി ലാസ്റ്റ് റോയിൽ എന്ത് എഴുതുക? ലാസ്റ്റ് റോയിൽ എഫിൻ്റെ കമ്പോണൻറ്റ് എഴുതുക. എഫിൻ്റെ കമ്പോണൻറ്റുകൾ 5, -2, 3 എന്നിവയാണ്. 5, -2, 3. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ആദ്യം ചിലപ്പോൾ F ആയിരിക്കും തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലും F മൂന്നാമത്തെ റോയിൽ എഴുതാൻ പാടുള്ളൂ. അവസാനത്തെ റോയിലാണ് F എഴുതേണ്ടത്. ഓക്കെ, ഇവിടെ ആദ്യം F രണ്ടാമത് R തന്നിട്ടുണ്ട്. അത് നിങ്ങളെ തെറ്റിക്കാനായിട്ട് തന്നിരിക്കുന്നതാണ്. ഓക്കെ, IJK എഴുതി കഴിഞ്ഞാൽ പിന്നെ ആദ്യം എഴുതേണ്ടത് ആറിൻ്റെ കമ്പോണൻറ്റുകളാണ്. അത് കഴിഞ്ഞിട്ട് എഫിൻ്റെ കമ്പോണൻറ്റുകൾ എഴുതാവും. ഇനി ഇതെങ്ങനെ ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായി നമ്മൾ ആദ്യം I തൊട്ട് തുടങ്ങണം. I തൊട്ട് തുടങ്ങുമ്പോൾ I വരുന്ന റോയും I വരുന്ന കോളവും വെട്ടിക്കളയുക. ബാക്കി എന്തൊക്കെയാണുള്ളത്? ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. 3, 5, -2, 3. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതേണ്ടത് നമ്മൾ ഈ ഉപയോഗിച്ച I ഇൻറ്റു ഇത്രയും
4 നമ്പേഴ്സ്, ഈ 4 നമ്പേഴ്സിനെ ഒരു ചെറിയ ഡിറ്റർമിനൻ്റ് ആക്കി എഴുതുക. 2 × 2, 2 റോയും 2 കോളമുള്ള ഡിറ്റർമിനൻ്റ് ആക്കി എഴുതുക. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഇടുക, ഇത്രയും നമ്പേഴ്സ് എടുത്ത് എഴുതുക. 3 5 -2 3. ഇനി അടുത്തതായി മൈനസ് കൊടുക്കുക. ഓക്കെ, ജെക്ക് മൈനസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്തതായി നമ്മൾ ജെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ജെക്ക് കൊടുക്കേണ്ടത് മൈനസ് ആണ്. ഐക്ക് പ്ലസ്, ജെക്ക് മൈനസ്, കെക്ക് പ്ലസ്, ഇതാണ് കൊടുക്കേണ്ട ഓർഡർ. അപ്പോൾ ജെ വെച്ച് ചെയ്യുമ്പോൾ ജെ വരുന്ന റോ വെട്ടിക്കളയുക, അതേപോലെ ജെ വരുന്ന കോളം വെട്ടിക്കളയുക. ബാക്കി എന്തൊക്കെയുണ്ട്? 2 5 5 3. അപ്പോൾ -j × 2 5 5 3 2 5 5 3. അപ്പോൾ ഇത്രയും ചെയ്യുക. ഓക്കെ, അടുത്തതായി ചെയ്യേണ്ടത് കെ വെച്ചിട്ടുള്ളതാണ്. കെക്ക് പ്ലസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ കെക്ക് പ്ലസ് കൊടുത്തിട്ട് പ്ലസ് കെ എന്ന് എഴുതിയതിന് ശേഷം കെ വരുന്ന റോയും കെ വരുന്ന കോളവും വെട്ടിക്കളയുക. ബാക്കി ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. 2 3 5 -2. അപ്പോൾ പ്ലസ് കെ × 2 3 5 -2. ഇത്രയും തെറ്റാതെ എഴുതി കഴിഞ്ഞാൽ ബാക്കി ചെയ്യുക വളരെ എളുപ്പമാണ്. ഇത്രയും കാര്യങ്ങൾ തെറ്റിക്കരുത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യം ഐ എഴുതുമ്പോൾ ഐക്ക് പ്ലസ് കൊടുക്കുക, അവസാനത്തെ കെക്കും പ്ലസ് ആണ് കൊടുക്കേണ്ടത്, ഇടയിൽ വരുന്ന ജെക്ക് മാത്രം മൈനസ് കൊടുക്കുക. ഓക്കെ, ഐ എഴുതി കഴിഞ്ഞാൽ ഐ വരുന്ന റോയും കോളവും വെട്ടി കളയുക, ജെ എഴുതി കഴിഞ്ഞാൽ ജെയുടെ കോളവും റോയും വെട്ടി കളയുക, കെയുടെയും അതേപോലെ തന്നെ ചെയ്യുക. ഇത്രയും എഴുതി കഴിഞ്ഞാൽ പിന്നെ തെറ്റത്തില്ല. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമായി നമുക്കിത് ഇത്രയും ഭാഗം എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഇത്രയും ഭാഗം ചെയ്തതിന് ശേഷം അടുത്ത ഭാഗത്തിലേക്ക് പോയാൽ മതി. ഇത്രയും ഭാഗം ചെയ്യാൻ ഐ അതേപോലെ എഴുതുക. ഐ × ഇനി ഇതിൻ്റെ അകത്തുള്ള നമ്പേഴ്സിനെ ക്രോസായി മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസായി മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓർഡർ തെറ്റിപ്പോരുത്. ഒന്നാമത്തിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയഗണൽ വരയ്ക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് 3 × 3 ചെയ്യുക. 3 × 3 9. ഇനി മൈനസ് കൊടുക്കണം. ഇതിൻ്റെ ഇടയിൽ എപ്പോഴും മൈനസാണ് കൊടുക്കേണ്ടത്. മൈനസ്, ഇനി -2 × 5 ചെയ്യണം. -2 × 5 -2 × 5 -10 ആണ്. -10. ഓക്കെ, ഒന്നുകൂടെ പറയാം. ആദ്യം ഐ എഴുതുക, ഇനി 3 × 3 ചെയ്യുക, -2 × 5 ചെയ്യുക. ആ ഈ മൈനസ് മൾട്ടിപ്ലൈ, ഈ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ വന്ന മൈനസാണ്. ഈ മൈനസ് അല്ലെങ്കിലും അവിടെ കൊടുക്കേണ്ട മൈനസാണ്. ഓക്കെ, അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ പാർട്ട് തീർന്നു. ഇനി രണ്ടാമത്തെ പാർട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. രണ്ടാമത്തെ പാർട്ട് ചെയ്യാനായി ഈ -j അതേപോലെ ഇവിടെ എഴുതുക. ഇനി ഇതിൻ്റെ അകത്തുള്ള നമ്പേഴ്സിനെ ഇവിടെ ചെയ്തതുപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 3 ആദ്യം ചെയ്യുക. 2 × 3 ചെയ്യുമ്പോൾ 6 എന്ന് വരും. -5 × 5 ചെയ്യുക. 5 × 5 -25. ഓക്കെ, ഈ ഓർഡർ തിരിഞ്ഞു പോകരുത്. അതായത് 5 × 5 ചെയ്തിട്ട് -2 × 3 ചെയ്താൽ അത് തെറ്റും. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുന്നതിനെ മെയിൻ ഡയഗണൽ എന്നും ഇങ്ങനെ വരയ്ക്കുന്നതിനെ ഓഫ് ഡയഗണൽ എന്നുമാണ് വിളിക്കുന്നത്. മെയിൻ ഡയഗണലിലെ നമ്പേഴ്സാണ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതായത് 2 × 3 6, 5 × 5 -25. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഈ പാർട്ട് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഈ പാർട്ട് ചെയ്യാനായി പ്ലസ് കെ അതേപോലെ എഴുതുക. ഇനി ഇതിൻ്റെ അകത്ത് ഈ രണ്ട് സ്റ്റെപ്പിലും ചെയ്ത് അതേപോലെ തന്നെ ചെയ്യുക. ആദ്യം 2 × -2 ചെയ്യുക. 2 × -2 ചെയ്യുമ്പോൾ -4 എന്ന് വരും. -5 × 3 ചെയ്യുക. 5 × 3 ചെയ്യുമ്പോൾ 15 എന്ന് വരും. 15. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ നമുക്കറിയാം. 9 -10 അല്ലേ, മൈനസും കൂടെ പ്ലസ് ആവും. അപ്പോൾ 9 + 10 ആവും, 19 ആവും. അപ്പോൾ 19 × i എന്ന് എഴുതുക. 19 × i 19i. അടുത്തത് 6 - 25. 6 - 25 എന്ന് പറഞ്ഞാൽ -19 ആണ്. -19 × -j ചെയ്യുമ്പോൾ +19j എന്ന് വരും. ഓക്കെ, 6 - 25 -19 ആണ്. അതിൻ്റെ കൂടെ ആ മൈനസും ഈ മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആവും. ഓക്കെ, അപ്പോൾ +19j എന്ന് എഴുതുക. +19j. ഇനി ഇവിടെ ചെയ്യുമ്പോൾ -4 -15 അത് ചെയ്യുമ്പോൾ -19 എന്ന് വരും. അപ്പോൾ -19 × k -19 k എന്ന് വരും. ഇത് +9k എന്ന് വായിക്കരുത്. ഇത് ഈ മൈനസും 1 കൂടെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് അങ്ങനെ തോന്നുന്നതാണ്. -19k ആണിത്. ഓക്കെ, അപ്പോൾ അത്രയും ന്യൂട്ടൺ മീറ്റർ ആണ് ടോർക്ക്. അപ്പോൾ ടോർക്കിൻ്റെ കമ്പോണൻറ്റ് ഫോമിലാണ് നമുക്കിവിടെ ആൻസർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ദ ടോർക്ക് എബൌട്ട് ദ ഒറിജിൻ എന്ന് ചോദിച്ചാൽ ഇത്രയും എഴുതിയാൽ മതി. ഇനി ഇവിടെ മാഗ്നിറ്റ്യൂഡും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് ചോദിച്ചിട്ടില്ല. ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് അതും കൂടി പഠിക്കാം. അപ്പോൾ ടോർക്ക് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ട് ഈ 3 നമ്പേഴ്സും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ മതി. ഓക്കെ, സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ മതി. അതായത് 19 -19 ഇത് 3 സ്ക്വയർ ചെയ്യുക. അപ്പോൾ 19ൻ്റെ സ്ക്വയർ പ്ലസ് 19ൻ്റെ സ്ക്വയർ പ്ലസ് -19ൻ്റെ സ്ക്വയർ, ഈ 3 നമ്പേഴ്സ് ആഡ് ചെയ്തതിന് ശേഷം റൂട്ട് എടുക്കുക. ഓക്കെ, റൂട്ട് എടുക്കുക. അപ്പോൾ ഇത്രയുള്ള ഈ 3 നമ്പേഴ്സ് സ്ക്വയർ ചെയ്യുക, അത് തമ്മിൽ ആഡ് ചെയ്യുക, എന്നിട്ട് മൊത്തത്തിൽ റൂട്ട് എടുക്കുക. അപ്പോൾ കിട്ടുന്നതാണ് മാഗ്നിറ്റ്യൂഡ്. =
എത്ര കിട്ടും? 19ൻ്റെ സ്ക്വയറും 19ൻ്റെ സ്ക്വയറോടെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1083 എന്ന് കിട്ടും. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. ഈ സ്റ്റെപ്പ് ആവശ്യമില്ല. അപ്പോൾ 1083 എന്ന് കിട്ടും. അതിൽ റൂട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 32.9 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ 32.9 ന്യൂട്ടൺ മീറ്ററാണ് ടോർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അടുത്തതായി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഡോർ ഹാൻഡിൽസ് ആർ ഫിക്സ്ഡ് അറ്റ് ഫ്രീ എഡ്ജ്. വൈ? ഡോർ ഹാൻഡിൽസ് ഫ്രീ എഡ്ജിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതായത് ഇത് നമ്മുടെ ഒരു ഡോറാണ് എന്ന് വിചാരിക്കുക. ഡോർ ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ഹാൻഡിൽ വരുന്നത് എന്ന് വിചാരിക്കുക. ഡോറ് പിടിച്ച് തുറക്കാനുള്ള ഹാൻഡിൽ, ഈ ഹാൻഡിലാണ് ഇത്. ഓക്കെ, ഇവിടെ പിടിച്ചിട്ടാണ് നമ്മൾ ഡോർ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വിജാഗിരി ഈ ഒരു പോയിന്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്ന എൻഡാണ് ഈ എൻഡ്. ഈ ഒരു എൻഡിലാണ്, ഈ ഒരു ആക്സിസിന് അബൌട്ടായിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ ഒരു എൻഡിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ഈ എൻഡിലാണ് ഇത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തെ എൻഡ്, അതായത് ഫ്രീ എൻഡിലാണ് ഹാൻഡിൽ വെച്ചിരിക്കുന്നത്. അതായത് ഈ വിജാഗിരിയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ഹാൻഡിൽ വയ്ക്കാതെ ദൂരെ ഏറ്റവും അറ്റത്താണ് ഹാൻഡിൽ വെച്ചിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ഡോറ് തുറക്കുമ്പോൾ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റേഡിയസ് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇതായിരിക്കും റേഡിയസ്. ഓക്കെ, നമ്മളിവിടെ തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ആണ് ചെയ്യുന്നത്. ഒരു ഫോഴ്സ് F അപ്ലൈ ആണ് ചെയ്യുന്നത്. ഫോഴ്സ് അപ്ലൈ ചെയ്താണ് ഡോറ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ്. ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഡോർ തുറക്കുകയും അടയ്ക്കുകയും വേണം. ഓക്കെ, അതായത് ഈ ഡോറിനെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ടോർക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുക, അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, ബൈ ഫിക്സിങ് ഡോർ ഹാൻഡിൽസ് അറ്റ് ദ ഫ്രീ എഡ്ജ് വി ഇൻക്രീസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദ പോയിന്റ് അറ്റ് വിച്ച് ഫോഴ്സ് ഈസ് അപ്ലൈഡ്. അതായത് ഈ ഡോർ ഹാൻഡിൽ ഇവിടെ ഫിക്സ് ചെയ്തതിനേക്കാളും കൂടുതൽ റേഡിയസ് കിട്ടും ഇങ്ങറ്റത്തോണ്ട് ഫിക്സ് ചെയ്താൽ. അപ്പോൾ റേഡിയസ് കൂട്ടിയിരിക്കുകയാണ്, അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ടോർക്കും കൂടും. ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ ടോർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് കൂടുമ്പോൾ ഇതും കൂടും. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൂട്ടി ടോർക്കിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രീ എൻഡിൽ ഡോറിൻ്റെ ഹാൻഡിൽസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബൈ ഫിക്സിങ് ഡോർ ഹാൻഡിൽസ് അറ്റ് ഫ്രീ എഡ്ജ് വി ഇൻക്രീസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദ പോയിന്റ് അറ്റ് വിച്ച് ഫോഴ്സ് ഈസ് അപ്ലൈഡ്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗം? ഫോർ എ ഗിവൺ അപ്ലൈഡ് ഫോഴ്സ്, നമ്മളൊരു പ്രത്യേക ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്ന ഫോഴ്സിൽ ടോർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഫ്രീ എഡ്ജിൽ ഹാൻഡിൽ ഫിക്സ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഫോർ എ ഗിവൺ അപ്ലൈഡ് ഫോഴ്സ് ടോർക്ക് വിൽ ബി മാക്സിമം ഇഫ് ദ ഹാൻഡിൽ ഈസ് ഫിക്സ്ഡ് അറ്റ് ദ ഫ്രീ എഡ്ജ്. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ പാർട്ട് ഇവിടെ അവസാനിപ്പിക്കാം. ഈ ചാപ്റ്ററിൻ്റെ PDF നോട്ട് ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്ത് നോട്ടുകൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.